ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ ഞെരുക്കങ്ങളിൽ നീ ഓർക്കേണ്ട ഒരു വചനത്തെ പറ്റിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിൻ്റെ ഞെരുക്കങ്ങളിൽ മകനെ മകളെ നീ ഓർക്കേണ്ട ഒരു തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തികളെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചില ഞെരുക്കങ്ങളിലൂടെ, ചില പീഡനങ്ങളിലൂടെ, ചില സഹനങ്ങളിലൂടെ കടന്നുപോയ അനേകം അച്ഛൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട്, അച്ഛ എൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും എനിക്കറിയത്തില്ല. ഒരു നിരാശയാണ് അച്ഛ. പലപ്പോഴും ജീവിതം തന്നെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട്. ചിലപ്പോൾ ഈ വചന ശുശ്രൂഷ ശ്രമിക്കുന്ന അനേകർ ഇങ്ങനെ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, കടബാധ്യതകൾ കടന്നു വന്നപ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പം ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഇനി എന്താ ജീവിച്ചിട്ട് എന്താണ് കാര്യം, ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർ ചിലപ്പോൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ. യേശുവേ. എന്നാൽ തമ്പുരാൻ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയുകയാണ്, ഇതുപോലെയുള്ള സങ്കടങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ഓരോ മകനോടും മകളോടും വചനം എന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, ഇതാ തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് പോവുകയാണ്. നീ സങ്കടപ്പെടേണ്ട. നമ്മൾ ഈ ഒരു വചനം നമ്മൾ കാണുകയാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-ാം തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യെശയ്യാ 59-ന്റെ 1-ാം തിരുവചനം. വചനം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് നാന്ത്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പറയുകയാണ്, യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-ാം തിരുവചനം പറയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. തുടർന്ന് വചനം പറയുകയാണ്, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തമ്പുരാൻ നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാകണം. യെശയ്യായിൽ തമ്പുരാൻ പറയാണ്, ഇതാ നിൻ്റെ പ്രതിസന്ധികൾക്ക്, നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനായിട്ട് തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ആശ്വാസ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും ചില പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇനി ആരുമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ ബൈബിൾ എടുത്ത് വായിക്കുക. നിന്നോട് ചിലപ്പോൾ ഒരു ദൂത ദൈവം ആ വചനത്തിലൂടെ, ബൈബിളിലൂടെ അരുളി ചെയ്യുന്നുണ്ടാവാം. വചനമെടുത്ത് വായിക്കുക. തമ്പുരാനെ ആശ്വാസം നൽകണമേ, ഈ പ്രതിസന്ധിയിൽ എന്നെ ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ. തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ക്രമീകരിച്ചിരിക്കും. തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ സഹായനായിട്ട് നിൻ്റെ മുന്നിലേക്ക് അയക്കും. സൂസന്നെ നിലവിളിച്ചപ്പോൾ ദാനിയേലിനെ ദൈവം അയച്ചില്ലേ? ഹല്ലേലൂയ. അതുപോലെ നിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം ഒരാളെ നിനക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്പുരാൻ്റെ ആശ്വാസം നേടാനായിട്ട് പരിശ്രമിക്കുക. തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാകുക. നിൻ്റെ ഞെരുക്കങ്ങളിൽ, പീഡകളിൽ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാതെ കൂടുതൽ തമ്പുരാനോട് അടുക്കുക. ഇത് തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാകുക. ഈ ഒരു ആശ്വാസ വചനം നമ്മളെ കൂടുതൽ ആത്മീയതയിലേക്ക് വളർത്തട്ടെ. കൂടുതൽ തീഷ്ണതയോടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമ്മൾക്ക് നൽകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.